അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അതിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതാണ് മുസ്ലിമുകളുടെ മതമായ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ചർച്ചയും ഒന്നാമത്തെ പ്രമേയവും. മുസ്ലിമുകളും അല്ലാത്തവരും വേർപിരിയുന്നത് ഈ ഒരു വിഷയത്തിലാണ്. അള്ളാഹുവിനെക്കുറിച്ച് വിവിധങ്ങളായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന നാടായിരുന്നു അറേബ്യൻ ഉപഭൂഖണ്ഡവും അതിനോട് ചേർന്നുകൊണ്ടുള്ള റോമ പേർഷ്യ സാമ്രാജ്യങ്ങളൊക്കെ. വിവിധങ്ങളായ വിശ്വാസങ്ങൾ അവർ അള്ളാഹുവിനെക്കുറിച്ച് അവതരിപ്പിച്ചിരുന്നു. ആ വിശ്വാസങ്ങളെയെല്ലാം മുന്നിൽ നിരത്തി ആ വിശ്വാസങ്ങളുടെ എല്ലാം പ്രതിനിധികളുടെ വാദങ്ങൾ ഉന്നയിച്ച് അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിഷയം പഠിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. അള്ളാഹുവിലുള്ള വിശ്വാസം അത് നമ്മുടെ മദ്രസകളിലൊക്കെ ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ അവരുടെ ബുദ്ധിയുടെയും അറിവിൻ്റെയും പ്രായത്തിൻ്റെയും പാകത്തിനനുസരിച്ച് പഠിപ്പിക്കാറുണ്ട്. അത് ആളുകളുടെ അറിവും പ്രായവും അവരുടെ സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് അതിൽ കൂടുതൽ അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമിനും ബാധ്യതപ്പെട്ടതാണ്, വാജിബാണ്, നിർബന്ധമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളൊക്കെ വിവിധ വിഷയങ്ങൾ, വിവിധ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾക്കിടയിലൂടെ നിത്യമെന്നോണം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എന്നും എന്നോണം ജീവിച്ചിരിക്കുന്നവരാണ്. അറബ് മുശ്രിക്കീങ്ങളുടെ ഒരു സാഹചര്യമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലുള്ള വിശ്വാസം മക്ക പ്രബോധന കാലം മുതൽ ആരംഭിച്ചിട്ട് 63 കൊല്ലം മദീനയിൽ ചെന്നിട്ടും നിർത്താത്ത ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. മക്ക ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അള്ളാഹ് പഠിപ്പിച്ചത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തത്. അത് മദീനയിൽ ചെന്നിട്ടും നിർത്തലാക്കുകയോ രണ്ടാമത്തെ ഒരു വിഷയമാക്കുകയോ ചെയ്തിട്ടില്ല. അതായിരുന്നു ഒന്നാമത്തെ വിഷയം അപ്പോഴും. കാരണം മക്കയിൽ ചെന്നപ്പോഴും അതിൽ വ്യതിയാന കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, മദീനയിൽ ചെന്നപ്പോഴും അതിൽ വ്യതിയാന കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യതിയാനങ്ങളൊക്കെ ചിലത് ഒരു സമൂഹമായോ സംഘമായോ രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് പല മതങ്ങളായി നമ്മൾ അറിയുന്നത്. അതിൽ ചിലതൊക്കെ ഒറ്റപ്പെട്ട വാക്കുകളായി നാട്ടിൽ കേൾക്കപ്പെട്ടിട്ടുണ്ട്. ചില വ്യക്തികളൊക്കെ അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് ആ രൂപത്തിൽ അങ്ങനെ ജീവിച്ചു പോണവരും ഉണ്ട്. ചിലർക്കൊരു സംഘശക്തി കിട്ടി, ചിലർക്ക് സംഘശക്തി കിട്ടിയില്ല, പക്ഷെ അവരുടെ വാദം നാട്ടുകാർ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ വാദം അള്ളാഹിനെക്കുറിച്ചുണ്ടോ ഇതിനൊക്കെ മറുപടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് എന്തൊക്കെ അബദ്ധധാരണകളുണ്ടോ, എന്തെല്ലാം മിഥ്യാധാരണകളുണ്ടോ അത് മുഴുവൻ നേരിട്ടോ അല്ലാതെയോ ഉദ്ധരിച്ച് അള്ളാഹ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ അവരുടെ വാദാണ്ട് പറയും, എന്നിട്ട് അതിൻ്റെ മറുപടി പറയും. ചിലത് മറുപടി അങ്ങ് പറയും, അപ്പം അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ഇന്നതാൾ പറഞ്ഞതിനുള്ള മറുപടിയാണ്. ഇത് നമുക്ക് എന്ത് വേണം? വിശുദ്ധ ഖുർആൻ ഒരാവർത്തിയെങ്കിലും നമ്മൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചോളൂ. ഒരു മലയാള പരിഭാഷ വെച്ചിട്ട് വായിച്ചാൽ മതി. ഇത് ഞാൻ പറയുന്നത് എന്തിനാണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അള്ളാൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, അള്ള തന്നെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ അള്ള ഉണ്ട്, അവർ വരുത്തി വെച്ച സങ്കല്പിച്ചുണ്ടാക്കിയ ഒരള്ള, അങ്ങനെ ഒരു അള്ള ഉണ്ട്. ചിലർക്ക് ആ അള്ളാഹു രണ്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ആ അള്ളാഹുവിന് ചില കഴിവുകളും കഴിവ് കേടുകളുമുണ്ട്. ചിലരെ സംബന്ധിച്ച് ആ അള്ളാഹു ഇവിടെ തനിക്ക് സഹായികളായി ചിലരെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിശ്വാസക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെ ഒരാൾ വാദം പറഞ്ഞാൽ അത് നമ്മൾ ആദ്യമായി കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് നമ്മളൊരു മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവില്ലായ്മയാണ്. എന്തുകൊണ്ട് ഇന്ന് ആരൊക്കെ എന്തൊക്കെ വാദങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അബദ്ധങ്ങൾ പറയുന്നുണ്ടോ, ഈ വാദങ്ങളൊക്കെ മുമ്പേ ചരിത്രത്തിൽ കടന്നുപോയതും അതിനുള്ള മറുപടി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബോധ്യമാകും. സമൂഹത്തിനെ കുറിച്ചൊന്ന് നിരീക്ഷിക്കുക. സമൂഹത്തിൽ എന്തൊക്കെ ധാരണകൾ അള്ളാഹിനെ കുറിച്ചുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി നമ്മൾ ഖുർആൻ ഓതിയാൽ അതിൻ്റെ മറുപടി ഒരായത്തിലല്ലെങ്കിൽ അടുത്ത ആയത്തിൽ നമുക്ക് കിട്ടും. അത് ഷുവറാണ്. നമ്മൾ എന്ത് വേണം? നമ്മൾ ആ ഖുർആൻ ഓതണം. ആ ഖുർആൻ അത് നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ആശയമെങ്കിലും തളം കെട്ടി നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യണം. ഓരോ വിഷയവും കേന്ദ്രീകരിച്ച് ഓതണം. ഇപ്പം ഞാൻ പറയുന്നത് അള്ളാഹു എന്ന വിഷയം കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ഖുർആൻ ഒരു ആവർത്തി ഓതണം. അള്ളാഹു എന്ന ഒരു വിഷയം അത് മാത്രം മനസ്സിൽ വെച്ചിട്ട് ഒരാവർത്തി നമ്മൾ ഓതണം. അങ്ങനെ ഓതുമ്പോൾ ചിലതൊക്കെ നമുക്ക് തന്നെ തിരുത്താനുണ്ടാവാം. ചിലതൊക്കെ നമുക്ക് തന്നെ തിരുത്താനുണ്ടാവാം. ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയ ചിലതൊക്കെ ധാരണപ്പിശകാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയാണെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ തിരുത്താനുണ്ടാവാം. ചിലത് എനിക്കൊരാളെ തിരുത്തി കൊടുക്കാനുള്ള അറിവില്ലാത്തതിന് എനിക്ക് അറിവ് ലഭിച്ചേക്കാം. കാരണം എന്താ? ഇത് നമ്മുടെ വീട്ടിൽ കയറുന്ന പ്രശ്നമായിട്ടുണ്ട്. സമൂഹത്തിൽ ഒന്നാകെ വ്യാപിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അള്ളാഹിനെക്കുറിച്ച് ഓരോരുത്തർക്ക് അവർക്ക് തോന്നിയ രൂപത്തിൽ പറഞ്ഞതുകൊണ്ട് അത് എല്ലാവരും കേൾക്കുന്നതിനാൽ ഓരോ വിഷയവും ഇന്നൊരു വ്യക്തിയുടെ പ്രശ്നമായി മാറുന്നുണ്ട്. അവിടെ നമ്മളുടെ ഏറ്റവും ആണിക്കല്ലായ പ്രധാന വിഷയം അത് റബ്ബിലുള്ള വിശ്വാസമാണ്. അതിൽ പഴച്ചിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടില്ല. ആ റബ്ബിലുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചാൽ ഒരാളെ സംബന്ധിച്ച് നരകത്തിൽ നിന്ന് രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്തിനാണ് പറഞ്ഞത്? മിനിമം അമാനി മൗലവി റഹിമഹുള്ളയുടെ തഫ്സീർ വെച്ച് നമ്മൾ ഒരു ഹ്രസ്വമായ കാലപരിധിക്കുള്ളിൽ വായിച്ചീർക്കണം. 10 കൊല്ലം കൊണ്ട് ഞാൻ വായിച്ചീർക്കാമെന്ന് പറഞ്ഞാൽ വിഷയം തലയിൽ നിൽക്കൂല. ഒരു 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ ഞാനൊന്ന് ഓടിച്ച് വായിക്കും. അതിൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു എന്ന് തോന്നുന്ന ആയത്തുകൾക്കൊക്കെ അമാനി മൗലവി ഒന്ന് ഞാൻ വായിച്ചു നോക്കും. അങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ ഒരു വേള നമ്മൾ അഭിമുഖീകരിച്ച വിമർശനങ്ങൾക്കുള്ള മറുപടി അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന ആ ടോപ്പിക്ക് ഇന്ന് നമ്മുടെ സാഹചര്യം മാറി. നമ്മൾ ആ വിഷയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശുബ്ഹത്തുകൾ, അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ, അതിൻ്റെ വൃത്തം വലുതായി. ഇനിയും ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കതിലൊന്നും കൂടുതൽ അറിയണ്ട എന്ന് നടിച്ചാൽ ചിലപ്പം ഇതിൽ നമ്മൾ സാധാരണക്കാരനായി നിന്ന് ഈ റബ്ബിനെയും ഇസ്ലാമിനെയും എതിരെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊരു പണ്ഡിതനായോ അസാധാരണക്കാരനായോ വാഴ്ത്തപ്പെടുന്നൊരു സമയം വരും. അതിൽ നമ്മൾ നേതാവാവും. കാരണം എന്താ? എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് എന്ത് പൊട്ടത്തിലും പറയാം. അങ്ങനെ റബ്ബിനെ വിമർശിക്കുന്നവർക്ക് ഞാൻ നേതൃത്വത്തിലെത്തും. കാരണം ഞാൻ ഒരു മുസ്ലിമായിരുന്നല്ലോ. അപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ അവർ എക്സ് മുസ്ലിം ആണെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നേതൃത്വത്തിന് വലിയ പ്രിഫറൻസാണ്, ഓർക്കാണ് മുൻഗണന. കാരണം അവർക്ക് ഖുർആനൊക്കെ ഓതാൻ അറിയാം. അതുകൊണ്ട് ഓരോ വഴി ആളുകളെ പഴപ്പിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഒരു നാടനായി നടന്നാൽ ചിലപ്പം മറ്റു തിന്മകൾക്ക് നമ്മൾ നേതാവേണ്ടി വരും. അതുകൊണ്ട് ഇനിയും മടിച്ചുകൂടാ. കാരണം നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയുടെ ഏതെങ്കിലും ഒരു മാർഗത്തിൽ നമ്മളൊക്കെ പ്രവേശിക്കുന്നവരാണ്. എല്ലാ വാർത്തകളും അപ്പുറമോ ഇപ്പുറമോ ഒരാൾ അറിയാതെ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട അബദ്ധ വിശ്വാസങ്ങൾ, അബദ്ധ ധാരണകൾ ഇന്ന് സമൂഹത്തിൽ വിവിധ കക്ഷികൾ, അത് മുസ്ലിങ്ങളുടെ ഉള്ളിൽപ്പെട്ടവരാവട്ടെ മുസ്ലിങ്ങളുടെ പുറത്തുള്ളവരാവട്ടെ, പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പണ്ഡിതന്മാർ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരു ചെറിയ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്വാഭാവികതയിൽ ഒരു ആരംഭഘട്ടത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. അള്ളാഹിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചർച്ച ചെയ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്ത മൊത്തം ആയത്തുകളും ഹദീസുകളും നമ്മൾ ഒന്ന് കൂട്ടിവെച്ചാൽ നമുക്കതിനെ 4 ആക്കാം എന്നാ പറയാം. എല്ലാ ചർച്ചകളും കൂട്ടിവെച്ചാൽ അതൊരു 4 വിഭാഗം, ഒരു 4 ബക്കറ്റിലേക്ക് ഇടാൻ പറ്റുമെന്നാ പറയാം. ഏതൊക്കെയാണ് 4 എണ്ണം? ഒന്നുകിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാവും. 4 എണ്ണത്തിൽ ഒന്നെന്താണ്? അള്ളാഹിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്.
അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയോ? അല്ലാഹു ചോദിച്ചു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. മക്കത്തെ മുശ്രിക്കീങ്ങളോട്, അറബ് മുശ്രിക്കീങ്ങളോട് അല്ലാഹു ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദിച്ചത്? അവർ ഇല്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടവരാണോ? അള്ളാഹുവിൻ്റെ ആശ്രയമോ തീരുമാനമോ ഇല്ലാതെ താനെ പടച്ചതാണോ? അവർ താനെ ഉണ്ടായതാണോ? അതല്ല, അം ഹുമുൽ ഖാലിഖൂൻ, ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാക്കൾ, രക്ഷിതാക്കൾ അവരാണോ എന്ന അള്ളാഹിൻ്റെ ചോദ്യമുണ്ട്. ഇതാരോട് ചോദിക്കണ്? അറബ് മുശ്രിക്കീങ്ങളോടാണ്. ഇത് കേൾക്കുന്ന അറബ് മുശ്രിക്കീങ്ങൾ അള്ള ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുന്ന അറബ് മുശ്രിക്കീങ്ങൾക്ക് അള്ള ഇല്ല എന്ന് വാദമില്ല. പിന്നെ അവരെന്താ വാദിച്ചത്? അള്ള ഉണ്ടെന്നും ആ അള്ളാഹ്ക്ക് പങ്കാളികളുണ്ടെന്നും. അവരെ തിരുത്താൻ അള്ളൊരു തലക്കെന്ന് തുടങ്ങി. എന്താണ് ആ തലക്കെന്ന് തുടങ്ങിയത്? അള്ള ഉണ്ടോ ഇല്ലേ എന്ന് ചർച്ച തുടങ്ങി. അപ്പോൾ അവർക്ക് വിരോധമില്ല, അള്ള ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ പഠിച്ചത് ആരാന്ന് ചോദിച്ചു. നിങ്ങൾ സ്വന്തം ഉണ്ടായതാണോ അല്ല നിങ്ങൾ പഠിച്ചത് അള്ളയാണോ? അതാണ് അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ എന്ന് വെച്ചു. അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങളെ പഠിച്ചത് അള്ളയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇതുണ്ടാക്കിയത് ആരാണ്? ഇതുണ്ടാക്കിയതോ അള്ളയാണ്. എങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് മക്കളെ വേണമെങ്കിൽ, സമ്പത്ത് വേണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ അതിന് അള്ളാഹിനെ കൊണ്ട് കഴിയോ? കഴിയും. എങ്കിൽ അള്ളാഹിനോട് ചോദിച്ചൂടെ? അപ്പോൾ ഒരു തലക്കെന്ന് തുടങ്ങി. ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സ്വീകരിച്ച ഒരു ശൈലിയാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മത്തഖദല്ലാഹു മിൻ വലദിൻ, അള്ളാഹ് സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. വമാ കാന മഅഹു മിൻ ഇലാ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ, ഓരോ പടച്ചോന്മാരും ഓരെന്താണോ പടച്ചത് അതും കൊണ്ട് പോകുമായിരുന്നു. ഈ ആയത്ത് കേട്ട അറബ് മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹിനെ കൂടെ മറ്റൊരു അള്ളയുണ്ട് എന്ന് വിശ്വാസമില്ലായിരുന്നു. ഒരു പറഞ്ഞത് ഞങ്ങൾ ഈ ആരാധിക്കുന്ന ആരാധ്യന്മാർ അവർ സ്വന്തമായി കഴിവില്ലാത്തവരാണ്. പിന്നെയോ അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് സഹായിക്കുന്നവരാണ്. അവർ റബ്ബിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ ശഫാഅത്തിന്റെ ആളുകളാണ്. അതിനാണ് ഞങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ അള്ളാഹ് അത് തിരുത്തുകയാണ്. തിരുത്തുമ്പോൾ ഒരു തലക്കെന്ന് തുടങ്ങുകയാണ്. ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? ആരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്? അത് ലോകം പടച്ചവനോടാവണം, ലോകത്തെ നിയന്ത്രിച്ചവനാവണം. അങ്ങനെ രണ്ടാൾ ലോകത്തെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടാളോട് നിങ്ങൾ ചോദിച്ചോളി. പക്ഷെ അങ്ങനെ രണ്ടാളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ തമ്മിത്തല്ലുണ്ടാവുമായിരുന്നു. ലോകത്തിൻ്റെ ക്രമം നഷ്ടപ്പെടുമായിരുന്നു. ഓരോ സൃഷ്ടിച്ച സട്ടാക്കളും തങ്ങളുടെ സൃഷ്ടികളെയും കൊണ്ട് പോകുമായിരുന്നു. അപ്പം ലോകത്ത് വൈരുദ്ധ്യം സംഭവിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം ശാന്തമാണ്, എല്ലാം കൃത്യമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം വളരുന്നത്. ശാസ്ത്രത്തിന് വളരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സംവിധാനിച്ച എല്ലാറ്റിൻ്റെയും പിന്നിൽ കൃത്യമായൊരു നിയമമുള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ എന്നാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? കാലങ്ങൾക്ക് മുമ്പേ കലണ്ടർ നിശ്ചയിക്കാൻ പറ്റുമോ? കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങളും മഴയുടെ സാധ്യതയും പ്രവചിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ അന്ന് നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്തിയത്? എങ്ങനെയാണ്? ഇതിൻ്റെ പിന്നിലൊക്കെ കൃത്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓരോരു തലക്കെന്ന് പറഞ്ഞു തുടങ്ങി. എന്നിട്ട് പറയാണ്, എങ്കിൽ ഇതിനൊക്കെ കഴിയണം അള്ളാഹ്ക്ക് ഇനിയും കഴിയും, നിങ്ങളെ റബ്ബിനെ വിളിച്ചോളിയെന്ന. അപ്പോൾ അള്ളാഹിൻ്റെ അസ്തിത്വം മുതൽക്ക് അള്ളാഹ് പരിചയപ്പെടുത്തി തുടങ്ങി. എന്നിരിക്കത്തന്നെ അവിടെ കുറച്ചെണ്ണ ആൾക്കാരുണ്ട്, വളരെ കുറച്ചാൾ. ഒരു പറഞ്ഞു അള്ളല്ല, വളരെ കുറച്ച് ആൾക്കാർ. അവർ പറഞ്ഞു അള്ള ഇല്ലാന്ന്. എന്നിരിക്കെ തന്നെ അവരെ ഈ റബ്ബിനെ പങ്കു ചേർക്കുന്ന അറബ് മുശ്രിക്കീങ്ങൾ തന്നെ മറുപടി പറഞ്ഞവരാണ്. കാരണം അള്ള ഇല്ലാന്ന് എങ്ങനെ പറയാ? അത് അവർ തന്നെ സംഘടന നടത്തിയവരും സംവാദം നടത്തിയവരുമാണ്. എന്നിരിക്കെ തന്നെ ഇവരോട് അള്ള പറഞ്ഞപ്പോഴും ഒരു അള്ള ഇല്ലാന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലാണ് അള്ള സംസാരിച്ചത്. കാരണം തലക്കെന്ന് തുടങ്ങി അത് മറന്നതുകൊണ്ടാണ് അവർക്ക് ഇവിടെ പിഴച്ചത് എന്നാണ്. ഇങ്ങനെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തൗഹീദ് പറഞ്ഞ രൂപം. പക്ഷെ ആ പറഞ്ഞ രൂപം കൊണ്ട് പിൽക്കാലത്ത് നമുക്കുള്ള ഗുണം എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്ന വാക്ക് ഉച്ചരിക്കാൻ ആളില്ലാത്ത സമയം വരുമ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക. അള്ളാഹ് പറയാൻ ഒരാളുണ്ടാവില്ല. അള്ളാഹിൻ്റെ അസ്തിത്വം നിഷേധിച്ച് അള്ളാഹിൻ്റെ പരാമർശങ്ങളില്ലാതെ വെറും കാഫറുകൾ മാത്രമാവുമ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അതിൻ്റെ വഴിയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ അസ്തിത്വം തന്നെ നിഷേധിക്കുന്ന ദൈവനിഷേധികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകപ്പെടുന്ന, ആ ദൈവനിഷേധികളോട് ഒരു വെറുപ്പില്ലായ്മ തോന്നുന്ന,
ദൈവനിഷേധികളുടെ കൂടെ പാർട്ടി പങ്കിടാനോ അവരുടെ കൂടെ ആദർശം പങ്കിടാനോ ചുരുങ്ങിയതൊരു സദസ്സ് പങ്കിടാനോ മനസ്സിൽ വിഷമമില്ലാത്ത അങ്ങനെ പല കോലത്തിലാണ് അതിൻ്റെ വഴിയിലേ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ആ ആയത്തിൽ നേർക്കുനേരെന്താണോ ആശയം അത് തന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയാണുള്ളത്, അത് തന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്ത ഒന്നാമത്തെ ഒരു ചർച്ച, ഖുർആനിലെ മൊത്തം ആയത്ത് നോക്കിയാൽ അള്ളാഹിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചാണ്. രണ്ടാമത്തത് അള്ളാഹിൻ്റെ അസ്തിത്വം അംഗീകരിച്ചവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ലോകത്തിൻ്റെ മുഴുവൻ പടച്ചവനും ഈ ലോകത്തിൻ്റെ മുഴുവൻ സ്രഷ്ടാവും അള്ളാഹു മാത്രമാണ്. അതാണ് ഖുർആനിലെ രണ്ടാമത്തെ ചർച്ച. ഖുർആനിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഒന്ന് അള്ളാഹിൻ്റെ അസ്തിത്വം സ്ഥാപിക്കുന്ന ആയത്തുകളാണ്, ഹദീത്തുകളാണ്. രണ്ട്, റബ്ബിൻ്റെ അസ്തിത്വം സമ്മതിച്ചവരോട് പറയുന്നു, ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് അള്ളാഹു മാത്രമാണ്. എല്ലാം പടച്ചവൻ, എല്ലാം പടച്ചത് ഉടമപ്പെടുത്തിയ ഉടമ, അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളുടെയും നിയന്താവ് അത് അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. ഖുർആനിലെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒന്നുകിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാവും. മൂന്നാമത്തേത്, ഇതംഗീകരിച്ചവരുണ്ട് സമുദായത്തിൽ. ഖുർആൻ ഇറങ്ങുമ്പോൾ അറബ് മുശ്രിക്കീങ്ങളടക്കം ജൂതരും നസാറാക്കളും അടക്കം അവരോട് മൂന്നാമത് പറഞ്ഞു, ഇതെല്ലാം പടച്ചതും ഇതുവരെ നിങ്ങൾക്ക് തന്നതും അല്ല മാത്രമാണെങ്കിൽ ഇനി നിങ്ങൾക്ക് തരാൻ കഴിവുള്ളതും റബ്ബിന് മാത്രമാണ്. അതുകൊണ്ട് ചോദ്യങ്ങളും പ്രാർത്ഥനകളും സഹായങ്ങളും ആരാധനയുടെ സകല ഇനങ്ങളും അള്ളാഹുവിന് മാത്രമാക്കണം. ഇതാണ് മൂന്നാമത്തെ ചർച്ച ഉള്ളത്, അള്ളാഹ്നക്ക് മാത്രമാക്കണം. അപ്പം ഈ ചർച്ചയുമായി അവിടെയാണ് ചിലരിതൊക്കെ സംഭവിച്ചു. എല്ലാം പഠിച്ചതാരെന്ന് വെച്ചാൽ അല്ല എന്ന് പറയും, എല്ലാം നിയന്ത്രിക്കുന്നതാരാ അള്ളയാണ് എന്ന് പറയും. ആ റബ്ബിനെ ആരാധിക്കണം അതും പറയും. എന്നാൽ റബ്ബിനെ മാത്രം ആരാധിക്കണം അതിന് സമ്മതിക്കാത്തവരുണ്ട്, അതിന് സമ്മതം മൂളാത്തവരുണ്ട്. റബ്ബിനെ മാത്രം ആരാധിക്കണം. അപ്പോഴാണ് തൗഹീദിനെ സമർത്ഥിക്കുന്ന, ശിർക്കിൻ്റെ ഗൗരവം പറയുന്ന, ബഹുദൈവാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന അനവധി ആയത്തുകൾ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളിച്ചത്. അതിൻ്റെ കൂടെ ഇതിനോട് അനന്തരമായിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധമായിക്കൊണ്ട് വേറൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം എന്നറിയോ? ഇവർ എന്താണ് അള്ളാനെ വിട്ട് മറ്റുള്ളവരെ ആരാധിക്കാനുണ്ടായ കാരണം? ഇവർക്ക് അള്ളാനെ കുറിച്ച് ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ധാരണ നമ്പർ 1, ഇവർ പറഞ്ഞു അള്ളാഹ്ക്ക് ഇണകളുണ്ട്. ഒരാൾ തനിക്ക് ഇണയെ സ്വീകരിക്കണമെങ്കിൽ തനിക്ക് ഒത്ത ആളല്ലേ സ്വീകരിക്കാം. അപ്പോൾ ആ ഇണയും ആരായിരിക്കും? ദൈവതുല്യനായിരിക്കും, അള്ളയായിരിക്കും. അപ്പോൾ പിന്നെ ചോദിച്ചൂടെ? അപ്പോൾ മലക്കുകളോട് പ്രാർത്ഥിക്കാം, ജിന്നുകളോട് പ്രാർത്ഥിക്കാം. കാരണം ജിന്ന് അള്ളാൻ്റെ ഭാര്യയാണ്, അറബ് മുശ്രിക്ക് വിശ്വസിച്ചു. അവർ അതിൽ പറഞ്ഞ മക്കളാണ് മലക്കുകൾ, അറബ് മുശ്രിക്കുകൾ വിശ്വസിച്ചു. അവർ വിഗ്രഹങ്ങളെ സ്വീകരിച്ചപ്പോൾ ഈ വിഗ്രഹം ഒന്നുകിൽ ഏതോ ഒരു മഹാമനുഷ്യയാണ്, അദ്ദേഹത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു മലക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ജിന്നിൻ്റെ പ്രതീകമാണ് എന്നവർ വിശ്വസിച്ചു. അപ്പോൾ അള്ളാഹ്ക്ക് സന്താനങ്ങൾ ഉണ്ട് എന്ന് വന്നു. അള്ളാഹിനെ കുറിച്ച് ഇല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു അള്ളാഹു ഭയങ്കര പോക്കിരിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പാപികളെ റബ്ബ് പരിഗണിക്കുകയില്ല, അതുകൊണ്ട് നമ്മൾ പാപികൾ ഈ അടയാളന്മാരെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹ്ക്ക് ഇല്ലാത്ത വിശേഷണമായ റഹ്മത്തില്ലായ്മ അത് അള്ളാഹ്ക്ക് അവർ ചാർത്തി കൊടുത്തു. അപ്പോൾ അള്ള പരിചയപ്പെടുത്തി, അങ്ങനെയല്ല, അള്ളാഹിനെ കുറിച്ച് അള്ള പറഞ്ഞു നിങ്ങൾക്ക് വിശേഷണങ്ങൾ എന്താണ്, റബ്ബ് ആരാണ്, റബ്ബിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ റഹ്മാനാണ്, റഹീമാണ്. അവൻ ഒരു മകനായിട്ട് ജനിച്ചവനല്ല, അവനൊരു മകനോ മകളോ ഇല്ല, അവന് ഇണകളില്ല, പങ്കാളികളില്ല, ആ റബ്ബിന് ഉറക്കമില്ല, ക്ഷീണമില്ല. ഇതൊക്കെ പറയുന്നതോടൊപ്പം പിന്നെ എന്താണ് റബ്ബ്? അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റമാണ്, ആരോടും അനുകമ്പയുള്ളവനാണ്, തന്നിലേക്ക് തൗബ ചെയ്യുന്നവരോട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ തുടങ്ങി അള്ളാനാണ്ട് പരിചയപ്പെടുത്തി കൊടുത്തു വിശുദ്ധ ഖുർആനിലൂടെ അതിവിശാലമായി. അപ്പോൾ ഈ ആയത്ത് എവിടെ വെക്കുക? അതാണ് നാലാമത്തത്, നാമവിശേഷണങ്ങളുടെ ചർച്ച. അള്ളാഹിൻ്റെ പേരുകൾ, അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ, ഇങ്ങനെ 4 എണ്ണം പറഞ്ഞു. ഇതെന്തിനാണ്? ഇത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കാനാണ്. എന്നാൽ ആ മനസ്സിലാക്കിയതിലപ്പുറം ഇതിൻ്റെ പേരിൽ ഇവിടെ പിഴവുകൾ ഉണ്ടാകുമ്പം ആ പിഴവുകളെ എൻ്റെ വിശ്വാസം പിഴക്കാതെ ഞാൻ എങ്ങനെ നേരിടണം? ഇതിൻ്റെ ബേസിൽ നിന്ന് ഞാൻ നേരിടണം. അതിനിത് മാത്രം ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ പോരാ, കുറച്ചധികം പഠിക്കണം. പണ്ഡിതൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു സാധാരണക്കാരൻ്റെ കാര്യമാണ്. കുറച്ചധികം പഠിക്കണം. അതിന് ഏറ്റവും നല്ല മാധ്യമമാണ് വിശുദ്ധ ഖുർആൻ. ഒരു ആവർത്തി മലയാള പരിഭാഷ വെച്ച് നമ്മളൊന്ന് വായിച്ചു നോക്കുക.
അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ സഹായത്തോടെ ആ വലിയൊരു നിഅമത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുറേ കയ്യിൽ തന്നെ നമ്മളെ മൈൻഡിൽ കയറും. അത് എഴുതി വെക്കണം, നോട്ട് ചെയ്യണം. അവനാൻ്റെ അക്കീദ ഫസാദാവാതിരിക്കാൻ 1, 2 മറ്റുള്ളവൻ്റെ അക്കീദയിൽ ഫസാദ് ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാൻ ഞാൻ അതിൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എങ്കിൽ അത് എന്നെ ബാധിക്കും. അത് ഏത് വഴിക്കാണ് എന്നൊന്നും പറയാൻ പറ്റൂല. ഏത് വഴിക്കാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട്, പക്ഷേ ആ റബ്ബ് ഈ ദോഷങ്ങളും ദുരിതങ്ങളും അതൊക്കെ അള്ളാഹ് ഉണ്ടാക്കുന്ന എനിക്ക് ധാരണയില്ല. അയാൾക്ക് അള്ളാഹിനെ കുറിച്ച് ആ ധാരണയുള്ളത്. അപ്പം ഈ പ്രളയം ഉണ്ടാക്കിയത്, സുനാമി വരുത്തുന്നത്, ഭൂമിക്കുലുക്കുണ്ടാക്കുന്നത്, വലിയ പ്രയാസങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഇപ്പോൾ അള്ളാഹ് ചെയ്യും? അതൊന്നും ഉണ്ടാവില്ല. ഒരു വിഭാഗം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പാപങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തവനാണ്. കാരണം അയാൾ മനുഷ്യനെ കുറിച്ച് ആലോചിച്ച്. ഇപ്പം നമ്മളൊക്കെ ഒരു തെറ്റ് കണ്ടാൽ നോക്കിക്കോ, ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു തെറ്റ് കാണുമ്പം അറിഞ്ഞുകൂടി നമ്മൾ ഉണ്ടാക്കൂല. അപ്പോൾ ഇവിടെ ആൾക്കാർ കള്ളുടിക്കുന്നു, ശിർക്ക് ചെയ്യുന്നു, ഹറാമുകൾ ചെയ്യുന്നു. എന്നിട്ട് ഇതൊക്കെ അള്ളാഹ് അറിഞ്ഞിട്ട് മിണ്ടാതിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ? അപ്പോൾ ഒരു പറഞ്ഞു ഇതൊന്നും അള്ളാഹ് അറിയണില്ല. അവർക്ക് അള്ളാഹിനെ മനുഷ്യന്മാരിലേക്ക് ചേർത്ത് വെച്ച്, അള്ളാഹിൻ്റെ സുന്നത്ത് അതല്ല. അള്ളാഹിനെ സംബന്ധിച്ച് ഇവിടെ എന്തൊക്കെ ഹൈറുകൾ നടക്കും അത് നടക്കുന്നതിന് മുമ്പേ റബ്ബിനറിയാം. എന്തൊക്കെ തിന്മകൾ ഇവിടെ നടക്കും അത് നടക്കുന്നതിന് മുമ്പേ അള്ളാഹ്ക്കറിയാം. അതിനൊന്നും അള്ളാഹ് ഉടനടി നടപടി സ്വീകരിക്കുകയില്ല എന്നാണ് അള്ളാഹിൻ്റെ സുന്നത്ത് എന്ന് എവിടെ പറഞ്ഞു? അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യത്തിനും അപ്പം ഞാൻ നടപടി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മഖ്ലൂക്കും ഉണ്ടാവുകയില്ല എന്ന് ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ഡയറക്റ്റ് പറഞ്ഞു, നേർക്ക് നേരെ പറഞ്ഞു. എങ്കിൽ പിന്നെ എന്താണ് അള്ളാഹിൻ്റെ തീരുമാനം? അള്ളാഹ് ഒരു സമയം വരെ വെച്ച് നീട്ടിക്കൊടുക്കും. ആരാണ് നന്മ ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത്, ആരാണ് തൗബക്ക് കടന്നു വരുന്നത്, ആരാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്, ഇതൊക്കെ അള്ളാഹ് പരിശോധിക്കും. അങ്ങനെ ഒരു സമയം കഴിഞ്ഞാൽ, അവധി കഴിഞ്ഞാൽ അള്ളാഹ് അവർക്കുള്ള നടപടി സ്വീകരിക്കും. ഇതാണ് അള്ളാഹിൻ്റെ സുന്നത്ത്. ഇത് മനസ്സിലാക്കി ഒരാൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് മനസ്സിലാക്കി ഒരാൾക്ക് ഇതിൽ പ്രയാസമുണ്ടോ? ഇല്ല. കാലങ്ങളായിട്ടുള്ള ചരിത്രങ്ങളിൽ അള്ളാഹ് പറഞ്ഞത് അതാണ്. മുസ്ലിമായിൻ്റെ പേരിൽ അവർക്ക് ദുനിയാവിൽ സന്തോഷം മാത്രം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, ഖൈർ നൽകും. മുസ്ലിമിന് തന്നെ ഖൈറും ഷെറും ഉണ്ടാവും, അല്ലാത്തവൻക്കും ഖൈറും ഷെറും ഉണ്ടാവും. അതൊക്കെ അള്ളാഹ് മാറ്റി മാറ്റി നൽകും. പരീക്ഷിക്കാനാണ്. ആരാണ് ഏറ്റവും നന്നായി ക്ഷമിക്കുന്നത്, ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ്. അതിൽ ക്ഷമിച്ചവർക്ക് വിജയമുണ്ട്. ഇതല്ലേ ഖുർആനിൻ്റെ തീം എന്ന് പറഞ്ഞാൽ. ഈ കാര്യം മറന്നു പോകുമ്പം പിന്നെ അവൻ അക്ഷമനായി. ഒരാൾ കൊണ്ട് ഒരു ഭാര്യ വരികയാണ്. എന്താണ് അയാളുടെ പ്രശ്നം? അയാൾ പറയുന്നു പടച്ചോല്ല. അതെന്താണല്ലോ കാരണം? ഇയാൾ തുടങ്ങിയ ബിസിനസ്സൊക്കെ പൊട്ടുകയാണ്. അങ്ങനെ പൊട്ടണ ഞാൻ നിസ്കരിക്കണിട്ടുണ്ടേനോ, എന്നിട്ട് എനിക്കൊരു ഹൈറും ബർക്കത്തും വരണമില്ല, പിന്നെ ഏത് അള്ളാനെ ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് അയാൾ ചോദ്യമാണ്. അപ്പോൾ ഇയാളുടെ അബദ്ധമാണെന്ന് ഭാര്യയ്ക്ക് അറിയാം, പക്ഷെ ഇതെങ്ങനെ തിരുത്തി കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ അത് തേടി വരികയാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ നയിച്ചു? അള്ളല്ലാന്ന ലാസ്റ്റ് റിസൾട്ട്. അള്ളല്ല. എങ്ങനെ അള്ളല്ല എന്ന് പറഞ്ഞത്? ഈ പ്രസംഗം ഇതൊന്നും കേട്ടിട്ടല്ല. അവനാൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പം തീരുമാനിച്ചു ഇങ്ങനെ അള്ളല്ല, കയ്യിൽ അള്ളാഹിൽ വിശ്വാസം ഇല്ലാണ്ട് ഞാൻ നിസ്കരിക്കണില്ല. അവനാൻ്റെ മേത്തേക്ക് ഒരു പ്രശ്നം വന്നപ്പം വിവരമില്ലായ്മ അയാൾ കുഫറിലേക്ക് എത്തിച്ചു, ഇസ്ലാമിനെ നിഷേധിക്കുന്നിടത്തേക്ക് എത്തിച്ചു. അത് ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിൽ കയറും. ഇത് നമ്മളെടുത്ത് വരും വിവരമില്ലായ്മ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അള്ളാഹ് എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് നമ്മോട് റബ്ബിൻ്റെ സംസാരമായ ഖുർആനിലുണ്ട്. അതൊരാവർത്തി നമ്മൾ വായിച്ച് നമ്മൾ മൈൻഡിൽ അത് കയറ്റി വെക്കണം, മൈൻഡിൽ മനസ്സിലാക്കി വെക്കണം. എൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. വിവിധങ്ങളായ ശൈലികളിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. മക്കാ മുശ്രിക്കീങ്ങളെ അള്ളാഹു തൻ്റെ ഏകത്വം സമർത്ഥിക്കാൻ അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു ശൈലിയാണ്. അത് ചോദിച്ചു, അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. അള്ളയാണോ ഉത്തമം, ഇവർ പങ്കു ചേർക്കുന്ന ഈ പങ്കാളികളാണോ? അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വ അൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅംബത്നാ ബിഹി ഹദാഇക ദാത ബഹ്ജത്തിൻ മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ അഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്, മഴ വർഷിപ്പിക്കുന്നത്, തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ചത്, ആ തോട്ടങ്ങളിലുള്ള സസ്യങ്ങൾ നിങ്ങൾക്ക് മുളപ്പിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. എങ്കിൽ ഇതൊക്കെ ചെയ്ത റബ്ബാണ് ഉത്തമം. അള്ളാഹിൻ്റെ പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളാണോ? ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. ഇത് ചിന്തിക്കാതെ അവർ തെറ്റിപ്പോകുന്നു. അങ്ങനെ 5-6 ആയത്തുകളിൽ അള്ളാഹ് വിവിധ നിഅ്മത്തുകൾ എടുത്തുദ്ധരിച്ചിട്ട് ചോദിക്കുകയാണ്, അഇലാഹും മഅല്ലാഹ്,
അള്ളാഹ്ക്ക് പുറമെയുള്ള ആരാധ്യന്മാരാണോ ഉത്തമം? ഇതെല്ലാം സംവിധാനിച്ചു തന്ന റബ്ബാണോ ഉത്തമം? അതിൽ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു, അരുവികളെക്കുറിച്ച് പറഞ്ഞു, പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞു, സമുദ്രങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അതുപോലെ ബുദ്ധിമുട്ട് വന്നാൽ നിർബന്ധ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്ന, ദുരിതമനുഭവിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ റബ്ബാണ് എന്ന് സൂചിപ്പിച്ചു. മനുഷ്യന്മാർക്ക് തലമുറ സ്ഥാപിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യന്മാർക്ക് കാറ്റ് സംവിധാനിച്ചതിനെക്കുറിച്ച്, അതുപോലെ വൈവിധ്യങ്ങളാർന്ന നിഅമത്തുകൾ ഉദ്ധരിച്ചിട്ട് അള്ളാഹ് പറയാണ് ഇലാഹുമ്മ അല്ലാഹ്. ഇതൊക്കെ ചെയ്ത റബ്ബാണോ വേണ്ടത്? അള്ളാഹ്ക്ക് പുറമുള്ള ആരാധ്യന്മാരാണോ? ഇത് കൊണ്ടോനാണ് സഹാബിയായത്. ഈ ചോദ്യം മനസ്സ് കൊണ്ടവരാണ് സഹാബികളായത്. കുറേയൊക്കെ നിഷേധിച്ച് നോക്കി, പക്ഷേ എപ്പോഴും ഖുർആൻ്റെ മുമ്പിൽ അവർക്ക് നിഷേധിക്കാൻ പറ്റാതെ വന്നവർ. കാരണം കാപ്പറ്റില്ലായിരുന്നു. ആദ്യമൊക്കെ നേതാക്കന്മാരെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കും. കാലതാമസം വന്ന് മുസ്ലിങ്ങളായ സഹാബികളായ ആളുകളുടെ അവസ്ഥയായിരുന്നത്. ആദ്യമൊക്കെ നേതാക്കന്മാരെ നോക്കി അങ്ങനെ നിൽക്കും, നമ്മളെ കുടുംബമൊക്കെ തെറ്റൂലേന്ന് വിചാരിച്ചിട്ട്. പിന്നെയും ഇതിങ്ങനെ കേൾക്കുകയാണ്. ഈ കേൾവി നമുക്ക് വേണം. നമ്മളെ മനസ്സളകണമെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ തുരുമ്പുകളും അവിവേകങ്ങളും അവ്യക്തതകളും നമ്മുടെ മനസ്സിനെ ബാധിച്ച രോഗങ്ങളൊക്കെ ഒന്ന് ഇളകി വൃത്തിയാവണമെങ്കിൽ ഈ കേൾക്കുന്നൊക്കെ നമ്മളൊന്ന് കേൾക്കണം. അതിനെന്ത് വേണം? ഖുർആൻ ഓതണം. എന്നിട്ടോ ഇത് നമ്മൾ ആളുകളെ കേൾപ്പിക്കണം. അപ്പം നമ്മുടെ കുറേ എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ടൊന്നല്ല ഈ ആൾക്കാർ നന്നാവുന്നതും അവർക്ക് സത്യം മനസ്സിലാവുന്നതും. അതൊക്കെ അള്ള കേൾപ്പിക്കാൻ നമ്മൾ കാരണമായാൽ നമുക്കതിൻ്റെ കൂലിയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആദ്യം നമ്മുടെ മനസ്സിൻ്റെ ആ ആശയക്കുഴപ്പങ്ങൾ, ആ മനസ്സിൽ വന്ന അവ്യക്തതകൾ അത് ക്ലിയർ ആവണം. അതിന് എന്നും കേട്ടുകൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആനിനെ നിരന്തരം നമ്മൾ കൂടെ വെക്കണം. ഏത് ടോപ്പിക്ക്, ഏത് വിഷയം വെച്ച് ഖുർആൻ ഓതുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അള്ളാഹു എന്ന ഒറ്റ വിഷയം വെച്ച് ഖുർആൻ ഓതി വെക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, അതിൻ്റെ എല്ലാം പരിഹാരം റബ്ബിനെക്കുറിച്ച് മാത്രമുള്ളതാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓതുമ്പോൾ കിട്ടും. അതിന് നമ്മൾ നമ്മുടെ പഠനത്തിൻ്റെ, നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിൽ ഓഹരി അതിന് മാറ്റിവെക്കുക. എല്ലാം ഇങ്ങനെ തൊട്ടോട്ട് ഓടിയിട്ട് കാര്യമില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ആ പോക്ക് എവിടെ എത്താന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ബ്രേക്ക് ഇട്ട് അവനാൻക്ക് വേണ്ടി, അവനാൻ്റെ ദീനിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്ന ഒരു മസ്അല, അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയും അതിൽ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മസ്അലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീത്താണ് സ്ഥിരപ്പെട്ടത്. അതായത് അബിസീനിയൻ രാജാവായിരുന്ന നജ്ജാശി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വഫാത്താവുകയും ആ നാട്ടിൽ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വരികയും ചെയ്തപ്പോൾ അള്ളാഹു വഹി അറിയിച്ചത് അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ സഹോദരൻ നജ്ജാശി വഫാത്തായിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് മയ്യിത്ത് നിസ്കരിക്കണം. അങ്ങനെ മയ്യിത്ത് മുമ്പിലില്ലാതെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഈ ഹദീസിനെ വിവിധ രൂപത്തിൽ പണ്ഡിതന്മാർ വീക്ഷിച്ചു. ഒരു വിഭാഗം പറഞ്ഞത്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറഞ്ഞ മയ്യത്തിന് വേണ്ടിയും നിസ്കരിക്കാം. അതാണ് ഷാഫിഈ മദ്ഹബ്. അതുകൊണ്ട് പൊതുവേ നമ്മളെ നാട്ടിലൊക്കെ മരിച്ച മയ്യത്തിന് നിസ്കരിക്കാനുള്ള കത്ത് കൊടുത്തേക്കുന്നുണ്ട് എന്ന് പറയും. അത് ഈ ഒരു അഭിപ്രായ പ്രകാരം ആര് മയ്യത്തായാലും നിസ്കരിക്കാമെന്നാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, അത് നജ്ജാശി റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലേക്ക് മാത്രമാണ് ഉള്ളത്. അത് വേറൊന്നും ഖിയാസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് റസൂലുള്ളാഹി അങ്ങനെ പലരും മരിച്ചിട്ട് നിസ്കരിച്ചതായി നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം തീരെയില്ല. ഇതാണ് ഹനഫി മദ്ഹബിലൊക്കെ ഉള്ള അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, അതാണ് കൂടുതൽ ശരി, വല്ലാഹു അഅലം. നജ്ജാശി റളിയല്ലാഹു അൻഹു സമുദായത്തിന് വലിയ സഹായം ചെയ്ത അറിയപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഉപകാരിയായ ഒരു നേതാവാണ്. ഒന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉപകാരിയായ ഒരു നേതാവുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആലിമുണ്ടാവും.
അങ്ങനെ നജ്ജാശി റളിയല്ലാഹു അൻഹുവിൻ്റെ വകുപ്പിലേക്ക് ചേർക്കാൻ പറ്റുന്ന ആരുണ്ടെങ്കിലും അവർക്ക് വേണ്ടി മുസ്ലിം സമുദായം അതിൽ പ്രജകൾ ഉത്ബുദ്ധരാവുക എന്ന കാര്യത്തിന് വേണ്ടി മറഞ്ഞ മയ്യത്തിന് വേണ്ടി അത്തരക്കാർക്ക് നിസ്കരിക്കാം. ഇതാണ് അതിൽ മൂന്നാമത്തെ അഭിപ്രായം. ഇതാണ് വല്ലാഹു അഅലം കൂടുതൽ ശരി. കാരണം ഇസ്ലാമിലൊരു ശരീഅത്ത് വന്നാൽ അതൊരു വ്യക്തിക്ക് മാത്രമാവില്ല, ആ വ്യക്തിയുടെ ഗുണമുള്ള ആർക്കും അതിൽ കേസുണ്ടാവും. അപ്പം നജ്ജാശി റളിയല്ലാഹു അൻഹുവിന് അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകത എന്താണ്? ആ ആദ്യത്തെ ഹിജറയിൽ മുസ്ലിങ്ങളെ സ്വീകരിച്ച് സഹായിച്ച വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ച വ്യക്തിത്വമാണ്. മദീന എന്ന രാജ്യം രൂപപ്പെടുന്നവരെ മുസ്ലിങ്ങളെ സംരക്ഷിച്ച രാജാവാണ്. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ മുസ്ലിങ്ങൾക്ക് ചെയ്തു. അതേ മുസ്ലിമായി വഫാത്തായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിച്ചത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീന മിനൻ നാർ റബ്ബന ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.